നമസ്കാരം. നമ്മൾ വളരെ എളുപ്പത്തിലൊരു പപ്പട ചമ്മന്തിയാണ് കേട്ടോ. പപ്പടം കാച്ചിയിട്ട് അടിപൊളി ഒരു ചമ്മന്തിയാണ്. ചുട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ കാച്ചിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പപ്പട ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് പപ്പടം കാച്ചുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ്. ചമ്മന്തികളിലൊക്കെ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഞാനിവിടെ പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട്. അടുപ്പൊക്കെ കത്തിക്കണവർക്ക് ചുട്ടെടുത്താൽ നന്നായിരിക്കും കേട്ടോ. ചുട്ട ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് പപ്പടം കാച്ചിയെടുത്തിട്ട് അതേ എണ്ണയിലേക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതുകൊണ്ട് വേഗം കരിയും കേട്ടോ എണ്ണ. എൻ്റെ മുളക് ഒന്ന് കരിഞ്ഞു തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ച് വാളൻ പുളി കേട്ടോ. പുളിക്ക് ആവശ്യത്തിന് ചേർക്കാൻ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത്. 4-5 പപ്പടമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പപ്പടത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് പുളി ചേർക്കാം. പുളി നന്നായി എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞിട്ട് വരണം കേട്ടോ. മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാളയായാലും ചെറിയുള്ളി ആയാലും ഒന്നും കുഴപ്പമില്ല. രണ്ടും കൂടി നമുക്ക് എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴറ്റണം. ഒന്ന് കളറ് മാറി വരണം, അത്രേ വേണ്ടൂ. നല്ലോണം അങ്ങോട്ട് മൂക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കളറ് മാറി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പം മുളക് ഉള്ളി നമ്മുടെ പുളിയൊക്കെ ഇവിടെ എല്ലാം ഒന്ന് ആറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം നല്ലോണം കൈ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുക. നല്ല പോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം. പപ്പടം പൊട്ടിക്കും പോലെ എന്ന് പറയില്ല, ഇതേപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. അത് ചൂടൊന്ന് ആറി ഉടനെ പൊടിച്ചാൽ പൊടിഞ്ഞ് കിട്ടും. തണുക്കണതിന് മുന്നേ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വേഗം നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും. നമ്മളിപ്പോൾ എപ്പോഴൊന്നും ഈ ചമ്മന്തി അരയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഉപ്പും പുളിയൊക്കെ ഇതിൽ അധികമായിരിക്കുമല്ലോ. പപ്പടത്തിലൊക്കെ നല്ല ഉപ്പ് ചേർക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ പുളി, മുളകും ഉള്ളി എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അധികം ഉപ്പിടണ്ട. പപ്പടത്തിൽ ഉപ്പുണ്ടല്ലോ, നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഒന്നും ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് അറിയരുത്. എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും വെള്ളയെ ചേർക്കണ്ട. ഈ നാളികേരം കൂടി ഇടുമ്പോൾ നമുക്ക് ഒരു നനവുണ്ടാവും ചമ്മന്തിക്ക്. നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തി ആയിട്ട്. അതുകൊണ്ട് നാളികേരം കൂടി കൂട്ടി ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിലൊരു നനവൊക്കെ ഉണ്ട്. വെള്ളം ഒട്ടും ചേർക്കരുത്. എന്നിട്ട് അരച്ചെടുത്ത ചമ്മന്തി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പപ്പടത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ച് എടുക്കണം. നമ്മളിപ്പോൾ പണ്ടൊക്കെ അമ്മിയിലൊക്കെ അരയ്ക്കുമ്പോൾ എങ്ങനെ ചമ്മന്തി അരയ്ക്കും, ഓരോന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് അരയ്ക്കും. പിന്നെ അല്ലേ നമ്മൾ നാളികേരമൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയിലാവുമ്പോൾ ഇങ്ങനെ അരച്ചെടുക്കണം. പപ്പടമൊക്കെ അത് കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് ശരിക്കും കല്ലിലൊക്കെ അരച്ചെടുക്കേണ്ട. ചുട്ടരച്ച ചമ്മന്തികളൊക്കെ എപ്പോഴും അമ്മിക്കല്ലിൽ അരയ്ക്കണം കേട്ടോ നല്ലത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അമ്മിക്കല്ല് ഉണ്ടാവില്ലല്ലോ, എല്ലാവരും എളുപ്പപ്പണിയല്ലേ. അപ്പോൾ മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കണം. നമ്മുടെ ഈ ഉണക്കമുളക് നല്ലോണം മിനുസായിട്ട് പൊടിയാനോ അരിയാനോ പാടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ചതഞ്ഞ പോലെ കിടക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. സൂപ്പറാട്ടോ കുട്ടികൾക്ക് ചോറ് കൊടുത്തയക്കുമ്പോൾ. അതേപോലെ പൊതിച്ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആർഭാടങ്ങളൊന്നുമില്ലാത്ത കറിയാണ് നമ്മുടെ ചാനലിലിടുക. കറികളാണ്, നാട്ടുവിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വിഭവമായിട്ട് നാളെ കാണാം.